നമ്മളിപ്പോൾ ഒരു പരീക്ഷണം സ്റ്റാർട്ട് എക്സിറ്റ് 35-നാണ്. കിങ് ഫഹദ് റോഡിലോട്ട് പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതാ കാണുന്ന എക്സിറ്റ് കയറണം. ദമാം കസിം എന്ന് എഴുതിയ അത് ചാടണം. അതിന് കറങ്ങി അടിച്ചിട്ട് 35 താഴെ ഇറങ്ങണം. ഇതിൻ്റെ താഴത്താണ് ഇപ്പോൾ ഹൈവേ പോകുന്നത്. നമ്മളിങ്ങനെ കറങ്ങി അടിച്ചിട്ട് വേണം താഴത്തെ ഹൈവേയിലോട്ട് ചാടാൻ. ഇപ്പോൾ ഹൈവേൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അതിങ്ങനെ അങ്ങനെ കറങ്ങി അടിച്ചിട്ട് ഹൈവേയിലേക്ക് ഇറങ്ങാൻ പോയിട്ട് ഇങ്ങനെ വട്ടം കറങ്ങിയിട്ട് പോകണം. വട്ടം കറങ്ങണം. 50 സ്പീഡേ പാടുള്ളൂ. അതാണ് ഹൈവ. ആ ഹൈവേയിലേക്കാണ് നമ്മൾ ചാടാൻ പോകുന്നത്. ചാടുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. നമുക്ക് ഇങ്ങനെ ചാടിയ പാട് ഹൈവേയിലേക്ക് കയറാനൊന്നും പാടില്ല. സർവീസ് റോഡ് കൂടിയിട്ട് നോക്കിയെടുക്കണം. ഇതാണ് മഞ്ഞ വെയിലാണ് സർവീസ്. ഈ സർവീസ് റോഡ് എടുത്തിട്ട് നോക്കി കണ്ടിട്ട് അങ്ങോട്ടേക്ക് എടുത്തിട്ട് കയറാൻ പാടും. ഇങ്ങനെ മെല്ലെ 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 കയറാൻ. കുറച്ച് മെല്ലെ പോകാനാണ് ഇന്ന് തീരുമാനിച്ചത്. കുറേ സ്പീഡ് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് കുറച്ച് മുമ്പേ ഇറങ്ങി ഞാൻ. കാരണം കുറേ മുമ്പ് പോകാൻ വൈദ്യുതി പോയാലേ ട്രാഫിക് ഉണ്ടാകും. നമുക്ക് സമയത്ത് എത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ല. 20 മിനിറ്റ് മുമ്പേ ഇറങ്ങി. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഭയങ്കര ട്രാഫിക്കായിരുന്നു. അതൊക്കെ നോക്കുമ്പോൾ ആ ട്രാഫിക്കിൽ കിടന്ന് കുത്തുന്നതായിട്ട് നല്ലത് കുറച്ച് മുമ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല പിടിച്ചോണ്ടാൽ മതി. ബോർഡ് കാണുന്നുണ്ടെങ്കിൽ അൽ കസിം ദമാം ഈ റൂട്ടിൽ നമുക്ക് കയറേണ്ടത്. അൽ കസിം ദമാം. നേരെ പോയി കഴിഞ്ഞാൽ കിങ് ഫഹദ് കിട്ടും. 36 എക്സിറ്റ്. ആ പാലം കാണുന്നില്ലേ? 36, 37. അത് കഴിഞ്ഞിട്ട് 1 ലാസ്റ്റ് എക്സിറ്റാണ്. ഇടയിലൊരു കട്ട് ചെയ്തതാണ് റോഡിനെ കട്ട് ചെയ്തപ്പോൾ സ്ഥലം പോരായ്മ വന്നു. അങ്ങനെ പിന്നൊരു ലൈനും കൂടി നീട്ടാതെ 2 സൈഡും. ഒരു സൈഡ് പണി തീർന്നു, പിന്നെ ഒരു സൈഡ് ഈ സൈഡ് കൂടി പൊളിച്ച്. പക്ഷേ ഇത് 1, 2, 3, 4 ലൈൻ ഉണ്ട്. എന്നിട്ട് ഇവിടെ സെറ്റാകുന്നില്ല. ഇനി അപ്പുറത്ത് 4 ലൈൻ കൂടി കൊണ്ടുവരാം. 8 വഴി പോകാൻ, 8 വഴി വരാൻ 8 വഴി. ആഹാ, നല്ല രസമല്ലേ നൈറ്റ്. ഈ പാലം ഭയങ്കര നീളമുള്ള പാലം. പാലം കഴിഞ്ഞാൽ നമുക്ക് കുറേ വർക്ക് നടക്കുന്നുണ്ട്. അതൊരു പുതിയൊരു സംഭവം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സംഭവങ്ങൾ റിയാദിൽ പുതുതായിട്ട് വരുന്നുണ്ട്. റിയാദ് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 5 വർഷം റിയാദ് സിറ്റീനെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്മെൻറ്റിൻ്റെ ഹെഡാണ്. ഡെവലപ്മെൻറ്റ് നല്ലോണം കയറുന്ന സ്ഥലമാണ്. ഇവിടുന്ന് നമുക്ക് മക്ക റോഡിൽ ഇറങ്ങാം. എക്സിറ്റ് തേരെ റോഡ്, എക്സിറ്റ് 1 മക്ക റോഡ് കയറാം. ഇതിലേ കൂടി പോയിട്ട് നമുക്ക് സ്ട്രൈറ്റ് പോകണം. അതാണ് മക്ക റോഡ്. നമുക്ക് അടപ്പുണ്ടാവും. നമുക്ക് ഇതേ റൂട്ടിൽ പിടിച്ചാൽ മതി. നല്ല രസമല്ലേ? നല്ല ഗ്രീനായിട്ട് നല്ല റിയാദിനെ ഗ്രീനാക്കാൻ പോയവർ കേട്ടോ. ഫുൾ ഗ്രീൻ. നമ്മൾ ലുലുവിൻ്റെ പരസ്യമൊക്കെ കാണുന്നുണ്ട്. റിയാദിനെ ഫുള്ളായിട്ട് ഗ്രീൻ ചെയ്യാൻ പോകാം.
ഗ്രീൻ റിയാൽ, ക്ലീൻ സിറ്റി റിയാദ്. ഫുള്ള് ട്രാഫിക്കാന്ന് തോന്നുന്നു. ആ ട്രാഫിക്കിനെ ഭയന്നിട്ട് ഞാൻ കുറച്ച് മുമ്പേ വന്നത്. തുടങ്ങി ട്രാഫിക്. വല്ലാത്തൊരു കുടുക്കാണത്. അപ്പുറം മൊത്തം ട്രാഫിക്. മെല്ലെ 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 നീങ്ങുള്ളൂ. എത്ര മുമ്പ് വന്നാലും ട്രാഫിക് കിട്ടാത്ത ഒരു രക്ഷയില്ല മോനെ. റിയാദില്ലേ ഇനി പഴയകാല ഹോട്ടലൊക്കെ സ്വപ്നം മാത്രം. പണ്ടൊക്കെ ദുബായിലൊക്കെ ഉണ്ടായിരുന്നു ഇത്ര ട്രാഫിക്. ഇത്ര കൂടുതൽ റോഡുണ്ടായിട്ട് പോലും റിയാദ് സിറ്റിയിൽ ഇങ്ങനെ ട്രാഫിക്. ഞാൻ കുറച്ച് ക്യാമറ തിരിച്ചു വെച്ചതാണ്. ഈ ഈത്തപ്പന ഉള്ളത് കൊണ്ടേ ആ വലിയ വലിയ ബിൽഡിംഗ് ഒന്നും കാണുന്നില്ല അപ്പുറത്തെ സൈഡുള്ള. അങ്ങനെ ക്യാമറ കുറച്ച് തിരിച്ചു വെച്ചു. പക്ഷേ അതത്ര ക്ലിയറായിട്ട് കാണുന്നില്ല, എന്നാലും കാണാൻ തോന്നുന്നല്ലേ. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തിരിച്ച് വെച്ചു. ഈ ട്രാഫിക്കിൽ കുടുങ്ങിയ തന്നെ ഒരു രക്ഷയില്ല മോനെ. അതാണ് ട്രാഫിക്. റിയാദിലെ ട്രാഫിക് എല്ലാ ദിവസവും കേട്ടോ. ഹോളിഡേയ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ ദിവസവും സെയിം ടു സെയിം ട്രാഫിക്. ഇതൊരു എക്സിറ്റ് 15, 16, 17 സുലൈ വരെയൊക്കെ കാണും.